എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഫ്ഗാനി ചിക്കൻ എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കും. നമ്മളൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഭയങ്കര ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ അഫ്ഗാനി ചിക്കന് വേണ്ടിയിട്ട് 2 ചിക്കൻ തൈസാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മളൊരു അര മുറി നാരങ്ങയുടെ നീരാണ് അരിയില്ലാതെ നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീരൊഴിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി 1 ടീസ്പൂണാണ്. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 6 നല്ല എരിവുള്ള പച്ചമുളക്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും തന്നെ ചേർക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മല്ലിയിലയോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 or 3 പുതിനയിലയും വേണമെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ മല്ലിയില മാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അത് കശുവണ്ടിയാണ്, കാഷ്യൂ നട്ട്സ്. അപ്പോൾ അത് ഒരു 1/4 കപ്പോളം എടുക്കാം. അത്രയും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചെടുത്താലും മതി. നമ്മളിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച അരപ്പ് നമുക്ക് നേരത്തെ കുരുമുളകൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളൊരു ഗ്രീൻ ചിക്കൻ കബാബിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു രീതിയിലാണ് ഇതും ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഒരു ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മളൊരു 1/3 കപ്പ് ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഈ റെസിപ്പിക്ക് കിട്ടും. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തൈര് മാത്രം ചേർത്താലും മതി. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചാട്ട് മസാലയും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു ഗ്രേവിയിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഫ്ലേവറൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചെറിയൊരു കഷ്ണം ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിന് മുകളിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് സ്മോക്ക് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് സ്മോക്കി ഫ്ലേവർ ചിക്കനും അതുപോലെ തന്നെ ഗ്രേവിയിലേക്കും വരുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു തന്തൂരി അടുപ്പിൽ ചെയ്യുന്ന ചിക്കൻ്റെ മണം കിട്ടും നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്യുമോ ഫ്രൈ ചെയ്യുമോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ എണ്ണയിലിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രില്ലിംഗ് പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രേവി മാറ്റി വെച്ചിട്ട് ചിക്കൻ മാത്രം എടുത്തിട്ടാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. 2 സൈഡും നമുക്കൊരു 1/4 വേവാകുന്ന വരെ ചിക്കൻ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിവിടെ വലിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഗ്രില്ലായി കിട്ടും. ഒരു സൈഡായപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും ചിക്കൻ നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് നമുക്കെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 1/4 പരുവം വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഗ്രേവി നമ്മളൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നമ്മളൊരു 2 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ചൂടായി വന്നപ്പോഴത്തേക്ക് 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട 2ആയിട്ട് മുറിച്ചത്. പിന്നെ നമ്മൾ ബാക്കി വന്ന ഗ്രേവി ഈ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർക്കാൻ പോകുന്നത്.
ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റാതെ ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഗ്രേവിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ബാക്കിയുള്ള വേവ് ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ഗ്രേവിയുടെ കളറൊക്കെ മാറി വേറൊരു ഗ്രീനായിട്ട് വരും. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അഫ്ഗാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി, അതുപോലെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു ചിക്കനാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി, അതുപോലെ തന്നെ നാൻ, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കിട്ടില്ല കോമ്പിനേഷനായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്